അല്ലെങ്കിൽ ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ. 6 മന്തിൻ്റെ ഒരു വിഷം ബോർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ ദിവസമായിട്ട് ട്രൈ ചെയ്യാണ്. സംഭവം 2 മാസം മുന്നേ ഞാൻ ഇത് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പ്രിന്റ് എടുത്ത് സെറ്റാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഇപ്പോഴാണ് തോന്നിയത്. അപ്പോഴേക്കും ഇനി ആകെ 5 മാസമുള്ളൂ ഈ ഇയർ ഒന്ന് തീരാൻ. പിന്നെ ഒന്നും നോക്കിയില്ല, ഉള്ളത് വെച്ച് ഓണം പോലെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ഒരു 6 മന്തിൻ്റെ വിഷം ബോർഡ് ഉണ്ടാക്കാമെന്ന് കരുതി. എനിക്ക് വിഷം ബോർഡ് ഉണ്ടാക്കുന്നതിൽ കൂടുതൽ അതിൻ്റെ ഭംഗി കൂട്ടുന്നതിലും ഇപ്പോൾ ഇൻട്രസ്റ്റഡ് ആയി തോന്നിയത് അതിൽ കൊടുത്തിട്ടുള്ള എൻ്റെ ഡ്രീംസിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഞാനത് ഹാർഡ് വർക്ക് ചെയ്യില്ലേ, ആ ഹാർഡ് വർക്കാണ് ഇതിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് എനിക്ക് തോന്നി. നമ്മൾ വിചാരിച്ച കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നു, എന്നിട്ട് അത് അച്ചീവ് ചെയ്യുന്നു. അതാണ് എനിക്ക് ഇതിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. വിഷൻ ബോർഡ് ഉണ്ടാക്കിയതുകൊണ്ട് മാത്രമല്ല, അതിൻ്റെ ബാക്കിൽ നമ്മൾ ഹാർഡ് വർക്കും കൂടി ചെയ്യണം. അപ്പോൾ നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസും ഒരു എന്താ പറയുക, എന്നും ഒന്ന് ഉന്തിത്തള്ളി എണീക്കാൻ ഈ വിഷൻ ബോർഡ് കാണുമ്പോൾ ഒന്ന് തോന്നും. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത്. സംഭവം സെറ്റ് ചെയ്തെടുക്കാൻ ഭയങ്കര ഈസിയാണ്. നമുക്ക് ക്യാൻവയിൽ ഈസി ആയിട്ട് തന്നെ ഇതൊന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. അതായത് നമുക്ക് എന്തൊക്കെ ആവശ്യമുള്ള ഫോട്ടോസ് കൊടുക്കേണ്ടത്, എന്തൊക്കെ കോഡ്സ് ആണ് കൊടുക്കേണ്ടതെന്നൊക്കെ ആവശ്യമുള്ളതെല്ലാം കളക്ട് ചെയ്ത് വെച്ചിട്ട് അത് ക്യാൻവയിൽ സെറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കത് പ്രിന്റ് എടുത്തിട്ട് പിന്നെ അതൊന്ന് ഒട്ടിച്ച് സെറ്റ് ചെയ്തെടുത്താൽ മതി. സംഭവം ഞാനിത് ആദ്യം ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ മൊത്തം നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കുമ്പോൾ ഈ ബോർഡിൽ എവിടേക്ക് ഏതൊക്കെ വരണം എന്നൊരു ഐഡിയ ഉണ്ടാവും. ഞാൻ ഈ ഫോട്ടോസൊക്കെ കളക്ട് ചെയ്തത് പിൻട്രസ്റ്റ് നിന്നാണ്. നിങ്ങൾക്ക് പിൻട്രസ്റ്റ് നിന്ന് ഈസി ആയിട്ട് കളക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ വീഡിയോ കണ്ടിട്ട് വിഷൻ ബോർഡ് എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ മുന്നേ ഞാനൊരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അത് കണ്ടു നോക്കുക. മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഡൺ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട്, കാണാത്തവർ കണ്ടു നോക്കുക. അപ്പോൾ ഈ ടു ഡു ലിസ്റ്റ് ചെയ്യണ പോലെ തന്നെയാണ് നമ്മൾ ഡൺ ലിസ്റ്റ് ചെയ്യുന്നതിന്റെ പ്രാധാന്യത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടാണ് വീഡിയോ ചെയ്തിരുന്നത്. ആ വിഷൻ ബോർഡിലെ 2026 6 മന്ത് കൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അച്ചീവ് ചെയ്തിട്ടുള്ളത്, ആ ഒരു ഡൺ ലിസ്റ്റ് ആയിരുന്നു ഞാൻ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ആ ഡൺ ലിസ്റ്റ് ചെയ്തപ്പോഴാണ് എനിക്ക് ശരിക്കും മനസ്സിലായത് ഈ വിഷൻ ബോർഡ് കൊണ്ടുള്ള ഉപകാരങ്ങളും അത് നമുക്ക് തരുന്ന കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ. ഈ ഒരു സംഭവം വെച്ചിട്ട് വാളിൽ സ്റ്റിക്ക് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കാന്നാട്ടോ ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇതൊരു ഡബിൾ ടാപ്പ് മേലെ നിൽക്കണം. എനിക്കറിയാം ഇത് മൊത്തത്തിൽ അടപടലും താഴേക്ക് വീകുന്നുള്ളത്. അതല്ലേലും നമ്മൾ അങ്ങനെയാണല്ലോ, ചില കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് തലവെക്കുന്ന കുറച്ച് ആൾക്കാരില്ലേ, അതിൽ പെട്ട ആളായതുകൊണ്ട് ഞാൻ ഇത് വീഴുന്നത് നോക്കി അങ്ങോട്ടിരുന്നു. പിന്നെ ഈ ഒരു പശ വെച്ചിട്ടാണ് സംഭവം ഞാൻ സെറ്റ് ചെയ്തെടുത്തത്. ഈ പശന്റെ പേര് ഫ്ലെക്സ് കിവിക് എന്നാണ്. ഞാൻ ഫ്ലെക്സ് പശ എന്നാണ് പറയല്. ഇപ്പൊ ഇത് വെച്ചിട്ട് എന്തും വാളിലൊട്ടിക്കാന്നുള്ള കോൺഫിഡൻസിലാണ് ഇപ്പോൾ ഞാൻ. സംഭവം ഈ വിഷൻ ബോർഡ് കാണുമ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, ഇതാണോ വിഷൻ ബോർഡ്, ഇതെന്താ ഇങ്ങനെയെന്നുള്ളത്. സത്യം പറഞ്ഞത് 6 മന്തിന്റെ ആയതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുള്ളതിനും പിന്നെ ഈ ബോർഡ് അത്യാവശ്യം വലുതായതുകൊണ്ട് എനിക്ക് അതങ്ങോട്ട് മുറിക്കാൻ തോന്നണില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെയൊക്കെ മതി എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ കൊടുത്തത്. അപ്പൊ അത്രക്കുള്ളൂ. ഇപ്പൊ